ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ വാപ്പാക്ക് ഹോട്ടലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഹോട്ടലിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് റെസിപ്പി വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളെ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ അമൃത് എന്നാണ് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് പെരിന്തൽമണ്ണ റോട്ടിൽ വെട്ടത്തൂർ ജംഗ്ഷനിൽ പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഹോട്ടലിൽ കഴിഞ്ഞിട്ടാണ് വെട്ടത്തൂർ പെട്രോൾ പമ്പ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ക്ലോസ് ചെയ്ത വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വെള്ളിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ജുമാക്ക് നിസ്കാരത്തിന് പോയ സമയത്താണ്, ക്ലോസ് ചെയ്ത സമയത്താണ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇനി അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോകാം കേട്ടോ. ഹോട്ടലിൻ്റെ അകത്ത് പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ ഫസ്റ്റിൽ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് സെൻറ്ററിൽ ഇങ്ങനെയാണ് വഴി വരുന്നത്. അപ്പോൾ എൻ്റെ വാപ്പ ഞാൻ ചെന്നപ്പോൾ ചായ ഇട്ടും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് കേട്ടോ എൻ്റെ വാപ്പ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ നിങ്ങൾ ഈ സ്പെക്സ് വെച്ച് കാണുന്നത് അത് എന്താ പറയുക, എൻ്റെ മൂത്താപ്പാൻ്റെ മകനാണ് കേട്ടോ. വാപ്പാൻ്റെ രണ്ടാമത്തെ ഏട്ടൻ്റെ മകനാണ്. അവൻ ഈ ഹോട്ടലിൽ തുറന്ന സമയം മുതൽ ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. 4-5-6 വർഷമായി ഇപ്പോൾ ഹോട്ടൽ തുടങ്ങിയിട്ട്. ഓന് അന്ന് മുതലേ ഇവിടെ ഞങ്ങളെ കൂടെ ഉള്ളതാണ് കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞത് അത് പൊറാട്ടയുടെ ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏരിയ രാത്രി അൽഫാം, എന്താ പറയുക, മലൂത്ത് ഒക്കെ ഉണ്ടാക്കുന്ന ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ ഞാനത് ഉച്ചയുടെ മുന്നെയാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഈ ഏരിയ എന്ന് പറയുന്നത് മലൂത്ത് അൽഫാമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന, അതായത് വാപ്പ ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, അവിടെ ചായ, അതേപോലെ പൊറോട്ട, രാത്രി മസാല ദോശയൊക്കെ, അതേപോലെ ചില്ലിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് അത്. ഇതാണ് ഭക്ഷണം കഴിക്കുന്ന ഏരിയ. ചോദിച്ചും അല്ലുവും കൂടി അവിടെ പൊറോട്ട കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് പൊറോട്ടയുടെ സെക്ഷൻ വരുന്നത് കേട്ടോ. 2 ബായികളാണ് ഇവിടെ പൊറോട്ട ഒരേ ടൈമിൽ എന്താ പറയുക ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കണം കേട്ടോ. ഇവിടെ പൊറോട്ടയ്ക്ക് എന്താ പറയുക, നല്ല ഡിമാൻഡാണ് കേട്ടോ. നല്ല അടിപൊളി പൊറോട്ട എന്നാണ് എല്ലാവരും പറയുന്നത്. ഫുൾ ടൈം ഇവിടെ പൊറോട്ടയ്ക്കും ബിരിയാണിക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. രാത്രി ടൈമിലാണെങ്കിലും ഒരുപാട് തിരക്ക് കൂടുന്ന സമയത്തൊക്കെ 2 ആളുണ്ടെങ്കിലും പണിക്ക് പിന്നെയും വാപ്പിയും പൊറോട്ട അടിക്കാൻ കൂടുതലുണ്ട്. കാരണം ചില സമയത്ത് അവരെ കൊണ്ട് ഒറ്റയ്ക്ക് എത്തിക്കൂടില്ല, അത്രയും തിരക്കായിരിക്കും. അത് കഴിച്ചവർക്ക് അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതാണ് മെയിൻ എൻട്രി വരുന്നത്. ഇവിടെയാണ് എന്താ പറയുക, ഫുഡ് കഴിക്കാനിരിക്കണ ഒരു ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. കോമൺ ആയിട്ടുള്ള ഏരിയ ആണ്. അതിൽ നിന്ന് ഇങ്ങനെ ഈ സൈഡിലോട്ട് തിരിയുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കൂൾ ഡ്രിങ്ക്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് നോക്കിയാൽ കാണുന്നവിടെ തന്നെ ഒരു കൂൾ ഡ്രിങ്ക്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ അതിൻ്റെ നേരെ ഒരു സൈഡിലായിട്ട് ഒരു എന്താ പറയുക, ഒരു മിനി ഫാമിലി റൂം പോലെ വരുന്നു കേട്ടോ. 2 ടേബിൾ ഇട്ടിട്ട് അതിൽ ഒരു എന്താ പറയുക, 8 ആൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഏരിയ വരുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് വാഷിംഗ് ഏരിയയും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വാഷിംഗ് ഏരിയയും അതിൻ്റെ കൂടെ അവിടെ ടോയ്ലറ്റും. ഈ ഡോറ് കാണുന്നത് ടോയ്ലറ്റാണ് കേട്ടോ. അതിൻ്റെ നേരെ ഇപ്പുറത്തായിട്ടാണ് ഫാമിലി റൂം വരുന്നത്. ഇതാണ് ഫാമിലി റൂം. 3 ടേബിൾ ഇട്ടിട്ട് അതിൽ എന്താ പറയുക, ഉഷാറായിട്ട് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാം. ഫാമിലി ആയിട്ട് വരുന്നവരൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അത്. അവിടുന്ന് നേരെ വന്നാൽ സച്ചിട്ടനുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുട്ടികളെയും കൊണ്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് അത് കാണുന്നത് കിച്ചണാണ് കേട്ടോ ആയിരിക്കണം. അപ്പോൾ ഞാൻ ചെന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഉച്ചൻ്റെ മുന്നേണെന്ന് പറഞ്ഞിരുന്നല്ലോ. ചിക്കൻ ബിരിയാണി ദമ്മിട്ടും കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ചിക്കൻ ബിരിയാണിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ വർക്ക് ഇത്രയും ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ രാവിലെ തുടങ്ങുന്ന പണിയാണ്. അപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ചിക്കനൊക്കെ ഫ്രൈ ആയി മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ദമ്മിടുന്ന വീഡിയോ മാത്രമേ ഇത് കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം ബിരിയാണിയുടെ, അതായത് ഹോട്ടൽ ബിരിയാണിയുടെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം ഇടണ്ട കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് ഇടണ്ട്. അപ്പോൾ ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കനും മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ എന്താ പറയുക, നമ്മളെ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു സൈഡിലേക്ക്
ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റൈസ് വേറെ വേവിച്ചെടുക്കലാണ് കേട്ടോ. അതായത് ബിരിയാണി റൈസ് വേറെ വറ്റിച്ച് എടുക്കലാണ്. ഇനി മസാല ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് ദമ്മിടലാണ് ചെയ്യാറ്. ചില ഹോട്ടലിൽ കൂടെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ മസാലയൊക്കെ വേറെ, അതായത് റൈസ് വേറെ ഉണ്ടാക്കി വെക്കുക, മസാല ബീഫായാലും ചിക്കനായാലും വേറെ ഉണ്ടാക്കി വെച്ചിട്ട് ഓർഡറിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ അങ്ങനെയല്ല കേട്ടോ ചെയ്യൽ. ഞങ്ങളെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി എന്താ പറയുക ഒരുമിച്ച് ദമ്മിടുക, ബീഫ് ബിരിയാണി വേറെ ദമ്മിടുക, അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്യൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ കല്യാണ വീട്ടിലെ ബിരിയാണിയുടെ ഒക്കെ അതേ ടേസ്റ്റ് ആയിരിക്കും ഞങ്ങൾക്ക്. അത് ഫുഡ് കഴിച്ചവർക്ക് അറിയാം കേട്ടോ. ഈ വീഡിയോ കാണുന്നവർ പലരും നമ്മളെ ഹോട്ടലിൽ സ്ഥിരമായിട്ട് വരുന്നവരും ഫുഡ് കഴിച്ചവരുമാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മളെ ഫുഡിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. എന്നാൽ മറ്റുള്ളവർക്കും കൂടി നമ്മൾ എന്താ പറയുക ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അവർക്കും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. നമ്മൾ ഇതേപോലെ നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ ഫുഡ് റെഡിയാക്കൽ അതേപോലെ തന്നെയാണ് കേട്ടോ. ഒരു കെമിക്കലോ ഒരു എന്താ പറയുക വേറെ അതൊന്നും ഉപയോഗിക്കാത്ത തന്നെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കാതെ നോർമലായിട്ട് നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കണം, അതായത് ഇപ്പോൾ എൻ്റെ വാപ്പ ഞങ്ങൾക്ക് എങ്ങനെയാണോ കഴിക്കാൻ തരൽ അതേപോലെ തന്നെ കേട്ടോ. ഒരു മായവും ചേർക്കാതെയാണ് പുറത്തുള്ളവർക്കും ഫുഡ് കൊടുക്കൽ. അതിലൊരു കോംപ്രമൈസ് എൻ്റെ വാപ്പ വരുത്തൂല കേട്ടോ. എൻ്റെ വാപ്പാക്ക് നിർബന്ധമാണ്. അപ്പോൾ ശരിക്കും നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ ദമ്മിട്ട് ബിരിയാണി വെക്കൽ അതേപോലെ തന്നെയാണ് കേട്ടോ ഹോട്ടലും ഉണ്ടാക്കൽ. ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ക്വാളിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ വാപ്പ ഒരു കോംപ്രമൈസും വരുത്തൂല കേട്ടോ. അതെൻ്റെ വാപ്പാക്ക് നിർബന്ധമാണ്. അത് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീഡിയോ കാണുന്ന പലരും നമ്മളെ ഹോട്ടലിൽ സ്ഥിരം ഫുഡ് കഴിക്കാൻ വരുന്നവരും നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ പലരും നമ്മൾ അറിയുന്നവരാണ്. അപ്പോൾ അവരെന്തായാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ഒന്ന് ഇടണം കേട്ടോ. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് അറിയട്ടെ. പിന്നെ നമ്മളെ ഈ വഴിക്ക് പോകുന്നവരുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ഹോട്ടലിൽ കയറിയിട്ട് ഒരു പ്രാവശ്യമായാലും നമ്മളെ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ ദമ്മിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എന്താ പറയുക അടച്ച് വെക്കും കേട്ടോ. ഇനി ടൈമാണ് സമയത്തുള്ളൂ. ഉച്ച ആവുന്നതിന് മുമ്പ് തന്നെ ഒരു 11:30-12 മണിയാണ് മുമ്പ് തന്നെ ഇവിടെ ആൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട്. 10 മണി 11 മണി കഴിഞ്ഞാൽ ഫുഡിനെ വന്നുകൊണ്ടിരിക്കുന്നേക്കരം. അപ്പോൾ അതിൻ്റെ മുൻപ് എന്താ പറയുക കനലൊക്കെ മേലെ ഇട്ടുകൊണ്ട് ബിരിയാണി സെറ്റാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒരേ സമയത്ത് തന്നെ പുറത്തുനിന്ന് വെറും ചോറിലേക്കുള്ള ഓരോ കറികളും സാമ്പാറും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ബീഫ് സെപ്പറേറ്റ് മസാല ആയിട്ട് വേവിച്ചിട്ട് ഇതേപോലെ ദം ചെയ്യലാണ്. ഞാൻ പറഞ്ഞില്ലേ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണിയൊക്കെ നമ്മൾ നാടൻ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ദമ്മ് ഇട്ട് വെക്കൽ കേട്ടോ. രണ്ടും 2 ചെമ്പിൽ ദമ്മിട്ട് ആണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ കഴിച്ചവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. കഴിച്ചവർ ഞാൻ പറഞ്ഞില്ല എന്തായാലും കമൻറ്റിലൂടെ നിങ്ങൾ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഒരേ സമയത്ത് ഇതാ പുറത്ത് വെറുംചോറ് വെന്തിട്ടുണ്ട്, അത് ഊറ്റിയും കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഓരോരോ അടുപ്പിൽ പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കൂട്ടുകറിയാണ് കേട്ടോ. എന്താ പറയുക വൻപയറും മത്തനിട്ടിട്ടുള്ള കൂട്ടുകറി അവിടെ ഒരടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഫിഷ് ഇതാ ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഒരേ സമയത്ത് തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഞാൻ പോയ സമയം ഒരു ഉച്ച ആവാറായിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ചോറിന് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഓരോ അടുപ്പത്തും പെട്ടെന്ന് ഓരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് CD മീനാണ് കേട്ടോ. ഓരോ ദിവസം ഓരോ മീനായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഹോട്ടലിലെ ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മസാല എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കാറ് എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അതിലേക്ക് ഉപ്പും വലിയ ജീരകം പൊടിച്ചതും ഗരം മസാലയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും ചേർത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുക വെളുത്ത എള്ളാണ് കേട്ടോ. വെള്ള എള്ള ഉണ്ടാവുമല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ വെള്ള എള്ളിടുന്ന സമയത്ത് ചിക്കൻ
ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഒരു ലുക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കോൺഫ്ലവറാണ് കേട്ടോ. കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവറും അരിപ്പൊടിയും കൂടി ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. മൂന്ന് മുട്ടയാണ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നത്. മുഴുവനായിട്ടും മഞ്ഞയും വെള്ളയും കൂടിയിട്ടുള്ള 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സോയാ സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചില്ലി സോസാണ് കേട്ടോ, ഗ്രീൻ ചില്ലി സോസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് സുർക്കയാണ് കേട്ടോ. സുർക്കയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഹോട്ടലിലെ ചില്ലിയിൽ എന്താ പറയുക നമ്മൾ മസാലയായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളൊരു പ്രാവശ്യം വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒന്ന് ചില്ലി ഉണ്ടാക്കി നോക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ കഴിയും. ഈ മുഴുവൻ ഇൻഗ്രീഡിയൻറ്റും കൂടി എന്താ പറയുക ഉപയോഗിച്ച് ഇട്ടും കൊണ്ട് നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം വീട്ടിൽ ചില്ലി ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കും കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ഉപ്പ് ചെയ്യണത് ഉച്ചക്കാണ് കേട്ടോ. ഇത് രാത്രിയാണ് ഏറ്റവും കൂടുതൽ ചില്ലി ഇവിടെ മൂവിങ് ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. രാത്രി വൈകിട്ട് അവിടെ നിന്ന് അങ്ങോട്ടാണ് ചില്ലി ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഉച്ചൻ്റെ മുന്നേ തന്നെ ഇത് മസാല പിടിപ്പിച്ചുകൊണ്ട് റെസ്റ്റിന് വെക്കും കേട്ടോ. എന്താ പറയുക, ഒരു 4-5 മണിക്കൂർ ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. ഇതേപോലെ തന്നെയാണ് ബീഫ് ചില്ലിയും ചെയ്യണത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇടാവുന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഫ്രീസറിലേക്ക് വെക്കും. എന്താ പറയുക, മസാല ഒക്കെ പിടിച്ച് സെറ്റാകാൻ വേണ്ടിയിട്ട് ഇതേപോലെ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ ഇതാ ഇവിടെ പപ്പടം പൊരിച്ചും കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഇതേപോലെ ഒരു സ്റ്റിക്കിൽ ഒരുപാട് പപ്പടം ഒരേപോലെ കുത്തിയെടുത്തും കൊണ്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരേ സമയം ഒരുപാട് പപ്പടം ഇതേപോലെ പൊരിച്ചെടുക്കാൻ കഴിയും കേട്ടോ. ഇത് നല്ലൊരു ട്രിക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ പണ്ടാരി, എന്താ പറയുക, ഹോട്ടലിൻ്റെ ഓരോ നെടുന്തൂണെന്ന് പറയില്ലേ, അതാണ് ഞങ്ങൾ ഹംസ എന്ന പേരിൽ ഹംസക്കാക്കുന്നാണ് വിളിക്കുക. പിന്നെ ഇതാണ് ഞങ്ങളെ ലില്ലി ചേച്ചി കേട്ടോ. ഞങ്ങളെ ഹോട്ടലിൻ്റെ ഓൾ ഇൻ ഓൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇമ്മയും ആണ് കേട്ടോ. 2 പേരും നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ലില്ലി ചേച്ചിൻ്റെ വീട്. അപ്പോൾ ഉച്ചക്ക് ജുമാക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയിട്ടുണ്ട്. ഹോട്ടലിൽ അടച്ച ടൈമിലാണ് ഇപ്പോൾ അവർ ഫുഡ് കഴിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സച്ചുട്ടനും ചോദിച്ചപ്പിയും അല്ലും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഹോട്ടലിൻ്റെ അടുത്ത് എൻ്റെ വാപ്പാക്ക് ഒരു ചിക്കൻ സ്റ്റോളും കൂടി ഉണ്ട് കേട്ടോ. അമ്രത്ത് ചിക്കൻ സ്റ്റോൾ എന്നാണ് പേര്. ഞങ്ങൾക്ക് 2 കടകളാണ് ഉള്ളത്, അമ്രത്ത് ചിക്കൻ സ്റ്റോൾ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതും ഇപ്പോൾ ജുമായുടെ ടൈമിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ക്ലോസ് ചെയ്ത സമയത്താണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളത്. എല്ലാവരും ജുമാക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ പോയിട്ടുള്ളതാണ്. അപ്പോൾ അമ്രത്ത് ചിക്കൻ സ്റ്റോളും തന്നെയാണ് ഇതിൻ്റെ പേരിട്ടിട്ടുള്ളത് കേട്ടോ. ഇത് ഞങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം 2-3 വർഷമൊക്കെ ആവാനായിട്ടോ. 3 വർഷം ആയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളിത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ടുങ്ങാണ്ട് ഇവിടെ നിൽക്കുന്ന ആൾ ക്ലീൻ ചെയ്തുങ്ങാണ്ട് പള്ളിയിൽ പോയേക്കാണ്. അപ്പോൾ നമുക്ക് തുറന്നിട്ട് അകത്തുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഇത് തുറന്ന് വരുമ്പോൾ നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. അത് എന്താ പറയുക, ഒരുപാട് ആൾ വന്നാൽ നമുക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ഉള്ള സ്ഥലമാണ്. ഇനി ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയറും അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചിക്കൻ കട്ട് ചെയ്യണ സ്ഥലം കേട്ടോ. ചിക്കനൊക്കെ റെഡിയാക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടെയാണ് നമ്മളെ കോഴികളൊക്കെ ഉള്ളത് കേട്ടോ. ഒരുപാട് കോഴികളുണ്ട്. ഞങ്ങൾ ഹോട്ടലിലേക്കുള്ള എന്താ പറയുക ഫുൾ ചിക്കനും ഇവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ കട്ട് ചെയ്തും കൊണ്ട് പോണത്. പിന്നെ നമ്മളെ പരിസരത്തുള്ളവരും എല്ലാവരും ഇവിടെ തന്നെയാണ് വാങ്ങിക്കണത്. നമ്മൾ എന്താ പറയുക ഹോം ഡെലിവറിയും ഉണ്ട് കേട്ടോ, അവൈലബിൾ ആണ്. ഹോട്ടലിലായാലും ചിക്കൻ സ്റ്റോളിലായാലും നമുക്ക് ഹോം ഡെലിവറിയും അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെയും കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രാവുകളുണ്ട്, കാടകളുണ്ട്, നാടൻ കോഴികളുണ്ട്,
എല്ലാം ഉണ്ട് കേട്ടോ. നാടൻ മുട്ട ഉണ്ട്, കാടമുട്ട ഉണ്ട്, താറാവ് മുട്ടയും എല്ലാം നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, എൻ്റെ വാപ്പാക്ക് ഇതൊക്കെ ഭയങ്കര ക്രേസുള്ള കാര്യമാണ് കേട്ടോ. ഒരു ദിവസത്തിൽ എൻ്റെ വാപ്പ ഏറ്റവും കൂടുതൽ സമയം ഞങ്ങളെ അടുത്ത് ചിലവാക്കണേലേറെ ഏറ്റവും കൂടുതൽ വാപ്പ സമയം ചിലവഴിക്കണ ഈ ഹോട്ടലിലും ഈ കോഴിക്കടയിലൊക്കെയാണ്. എൻ്റെ വാപ്പാൻ്റെ ജീവനും ജീവിതവും ഒക്കെ ഇതാണ് കേട്ടോ. ഞങ്ങളെ ബർക്കത്താണ് ഈ 2 കടകൾ, ഹോട്ടലിലായാലും ഞങ്ങളെ കോഴിക്കടയിലും എല്ലാം ഞങ്ങളെ ബർക്കത്താണ്. പടച്ചോന് എന്താ പറയുക, ഞങ്ങൾക്ക് ഇതിൽ നല്ല എൻ്റെ വാപ്പാക്ക് ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ. നിങ്ങളെ പ്രാർത്ഥനയിലും എന്നെയും എൻ്റെ വാപ്പാനെയും എൻ്റെ ഉമ്മാനെയും ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണം കേട്ടോ. എന്താ പറയുക, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ വീഡിയോകളൊക്കെ, വിശേഷങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വഴിക്ക് പോകുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചവർ ഓൾറെഡി നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരെന്തായാലും നമ്മളെ ഫുഡിനെ പറ്റിയിട്ടും ഞങ്ങളെ സർവീസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.